വാ 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 വാ, ഇരിക്കി. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തായി നിങ്ങളുടെ തീരുമാനം? ഇങ്ങനെ പോയാ നമ്മുടെ ഈ രഹസ്യാന്വേഷണം ജയയുടെ രഹസ്യം സൂക്ഷിക്കുന്നവർക്ക് പരിഹാസ്യമായി തോന്നാവുന്ന അവസ്ഥയിലെത്തും. അക്കാര്യം പറയാൻ തന്നെ ഞാനും വന്നത്. തൽക്കാലം ജയയുടെ ഫോട്ടോ ഔട്ട് ചെയ്യുന്ന ഒഴിച്ച് ബാക്കി അന്വേഷണങ്ങളൊക്കെ സുഭാഷിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നോട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ഇനി വേറൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനേക്കാളൊക്കെ വലുത് ജയമുള്ള ജീവനും മാനവും തന്നെ. ഓക്കെ, വളരെ നല്ല തീരുമാനം. സത്യം പറഞ്ഞ നിങ്ങൾക്ക് തന്ന വാക്കിനെ മാനിച്ച് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഇനി എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്യാമല്ലോ. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെ ജയയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതാരാ? വേറെ ആരുമല്ല, ജെഡി. സൂചന തന്നിരിക്കുന്നത് മിസ്സസ് ജെഡി. അപ്പോ സുഭാഷ് നാദരെ കണ്ടോ? കണ്ടു. ഒരു സൗഹൃദ സന്ദർശനം. ജയയെ എവിടെയോ സുരക്ഷിതമായി ഒളിപ്പിച്ച് ജെഡി തന്നെ വിഡ്ഢിയാക്കുകയാണെന്ന നാദിറയുടെ അഭിപ്രായം. അത് വിശ്വസിക്കാമോ? എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ? ജെഡിയെ നാദിറയ്ക്ക് അറിയുന്നത് പോലെ നമുക്ക് ആർക്കെങ്കിലും അറിയോ? പക്ഷേ അവൾ ചിലപ്പോൾ ജെഡിയുള്ള വൈരാഗ്യത്തിന് പുറത്ത് പറഞ്ഞതാണെങ്കിലോ? പറഞ്ഞത് വൈരാഗ്യത്തിന്റെ പുറത്ത് തന്നെയാ. നാളെ അത് മാറ്റി പറയാനും മതി. പക്ഷെ ഞാൻ ഇനി വിടില്ല. ആ പിടി തന്നെ പിടിച്ച് ഞാൻ കയറും. വീണ്ടും ആ വീട്ടിലേക്കും ജെഡിയിലേക്കും. ജയ മിസ്സായ വഴി അത് തന്നെയാ ഹമീദെ. അവിടെയുള്ളവരെ കൊണ്ട് തന്നെ ഞാനത് പറയിപ്പിക്കും. എന്നാലും നാദിറക്കുഞ്ഞൊരു വാക്ക് പറയാതെ പോയി തെറ്റായിപ്പോയി. വരുത്തില്ലെങ്കിൽ പറഞ്ഞാലെന്താ? ഒന്നുമല്ലെങ്കിൽ ഒരു പെണ്ണല്ലേ. എന്തായി ഏതായി എന്നറിയാതെ ബാക്കിയുള്ളവർ വിഷമിക്കുന്നൊരു വിചാരം വേണ്ടായോ? ഏതായാലും എനിക്ക് ഇതുവരെ ഒരു സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതോടെ അത് തീർന്നു. അല്ല, ആ റോക്കറ്റ് വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കണോ സാറേ? എന്തിനാ? അവൾ അവിടെ ഉണ്ടാവും. അവൾ പൂർണ്ണമായും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതെന്നാത്തിനാ? പോലീസിനെ വിട്ട് ചോദ്യം ചെയ്യിപ്പിച്ചത് സ്വാഭാവികമായിട്ട് ഞാനായിരിക്കും എന്നാണല്ലോ കരുതിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ വഴിയില്ല സാറേ. വേറെ ആരാണ്ടോ പരാതി കൊടുത്തിട്ടാണെന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നത് ഞാൻ കേട്ടതാ. അത് ഞാൻ പറയിപ്പിച്ചാണെന്ന് കരുതിയാൽ? അതിനിപ്പോൾ രക്ഷയൊന്നുമില്ല. വേണമെങ്കിൽ സത്യം എന്താണെന്ന് ഞാനൊന്ന് വിളിച്ചു പറയാം. മനസ്സുണ്ടെങ്കിൽ വരട്ടെ. വേണ്ട, അവളിനി തിരിച്ചു വരില്ല. അവളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ജിഷയെ ഞാൻ ഒളിപ്പിച്ചു എന്നായിരുന്നല്ലോ സംശയം. അത് തെളിയിക്കാൻ വേണ്ടി മാത്രം അവൾ വന്നത്. അതിൽ കഴമ്പെല്ലാം തോന്നിയപ്പോൾ പോലീസിൻ്റെ വരവൊരു കാരണമാക്കിയെടുത്ത് തിരിച്ചുപോയി. ഇനി അവള് ജയരിയുടെ ജീവിതത്തിലുണ്ടാവില്ല. ഇത് സാറിൻ്റെ തീരുമാനമാണോ? അല്ല, റോക്കി അമ്മാമ്മയും ചേർന്ന് അവളെ കൊണ്ട് എടുപ്പിക്കാൻ പോകും തീരുമാനം. ഇല്ല സാറേ, അങ്ങനെ വേറൊരാളുടെ തീരുമാനത്തിനൊന്നും നാദര കുഞ്ഞ് വഴങ്ങത്തില്ല. അത് വിചാരിച്ച് സാറൊരു തീരുമാനം എടുക്കാതിരുന്നാൽ മതി. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തീരുമാനങ്ങളും അവളുടേതായിരുന്നു. എൻ്റെ പോരായ്മകളും അവളുടെ സാധ്യതകളും എടുത്തുകാട്ടി പിന്തിരിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വാശിയോടെ നേടിയത് വിലയില്ലാത്ത ജീവിതമാണെന്ന് അവൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. കുറേയൊക്കെ ഞാനും അതിന് കാരണക്കാരനാണ്. എന്തായാലും ഒരു ജന്മം മുഴുമിപ്പിക്കാൻ തുടങ്ങി വെച്ചത് ഒരു വാക്കിൽ അവൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നോക്ക്, ഹലോ. എൽദോ, നാദിരയാണ്. ജെഡി ഇല്ലേ ഇവിടെ? ഉണ്ട് കുഞ്ഞെ. ഇതെവിടുന്നാ വിളിക്കുന്നേ? റോക്കി അങ്കിളുടെ വീട്ടിൽ നിന്നാ. കുഞ്ഞ് തന്നെ പണിയാ കാണിച്ചേ? പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞു വിടായിരുന്നോ? സോറി എൽദോ, അങ്ങനെ പറ്റിപ്പോയി. ജെഡിയും പിണക്കത്തിലായിരിക്കും അല്ലേ? ഒന്ന് ഫോൺ കൊടുക്കൂ. വലിയ മനപ്രയാസത്തിലിരിക്കുവോ കുഞ്ഞ്? പ്രയാസമൊക്കെ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. എൽദോ ഫോൺ ഒന്ന് കൊടുത്തേച്ചാ മതി. സാറേ, നാദര കുഞ്ഞ സാറിനെ വിളിക്കുന്നു.
ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അയ്യോ സാറേ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ. സാറൊന്ന് നോക്ക്, ഇങ്ങോട്ട് വിളിച്ചതല്ലയോ? ആകപ്പാടെ ഒരു മാറ്റം കാണുന്നുണ്ട്. എന്നതാ വിവരമെന്നറിയാമല്ലോ. ജെഡി, ഐ എം സോറി. ആ സി എ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ സങ്കടത്തിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നതാ. ഇപ്പൊ അതെല്ലാം മാറി. പിന്നെ ജെഡി ഭക്ഷണം കഴിച്ചോ? എന്നോട് ദേഷ്യം അല്ലേ? സാരല്ല, കാലത്തെ വന്ന് നേരിട്ട് ക്ഷമ ചോദിച്ചോളാം. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാ. ഞാനിപ്പൊ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും ജെഡി പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഞാൻ വെറുതെ നാക്കിട്ടടിക്കുന്നേ? അപ്പോ നാളെ നേരിൽ കാണാം. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി, അങ്കിൾ. ഗുഡ് നൈറ്റ്. എന്നതാ ഇതൊക്കെ? ഇവക്ക് എന്നതാ വട്ട് പിടിച്ചോ? സംശയിക്കണ്ട, ഇത് വട്ട് തന്നെയാ. ജേഡി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതിന്റെ വട്ട്. എന്നിട്ടാണോ കാലത്ത് അങ്ങോട്ട് തന്നെ പോകാനിരിക്കുന്നേ? എടി, ഇത് പ്രതികാര ഭ്രാന്ത. നീ നോക്കിക്കോ, ഇവിടുന്ന് പോയി 4 ദിവസം തികയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഇവള് ജേഡിയെ തട്ടും, അല്ലെങ്കിൽ ജേഡി ഇവളുടെ കൈയും കാലും കെട്ടി ഇവിടെ തന്നെ കൊണ്ടുവന്ന് തള്ളും. രണ്ടായാലും പിന്നെ ഇവളെ ചങ്ങലക്കിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് പതുക്കെ, അമ്മച്ചി കേൾക്കണ്ട. നാളെ തന്നെ അവളുടെ സൂക്കേടിന് ചികിത്സിക്കാൻ നടക്കും. പിന്നെ ഇത് ചികിത്സിച്ചാൽ മാറുന്ന ഭ്രാന്തൊന്നും അല്ല. ഫോൺ ചെയ്യുമ്പോ നീ കണ്ടില്ലൂടി, മധുവിത് കഴിയാത്ത മണവാട്ടിയെ പോലെ അവളുടെ ഒരു കൊഞ്ചല്. ജേഡിയെ സ്നേഹം ഭാവിച്ച് കൊല്ലാനാ അവളുടെ പ്ലാൻ. ഇക്കാര്യം എങ്ങാനും ജേഡിക്ക് മനസ്സിലായി പോവോ ചേ? മനസ്സിലായ നമുക്കെന്നതാ? അയാൾ ചവിട്ടി പുറത്താക്കിയ നമ്മൾ പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കും. പിന്നെ ജീവിതത്തിൽ പുറത്തു വരാതിരിക്കാനുള്ള വഴിയൊക്കെ ഈ റോക്കിക്ക് അറിയാം. അപ്പോഴും ജേഡിയുമായുള്ള ബന്ധം നിലനിൽക്കത്തില്ലയോ? ഗീതയും കൊച്ചും ജേഡിയോടൊപ്പം വന്നാ പിന്നെ ഒരു കുന്തവും നിലനിൽക്കത്തില്ല. ഇനി അഥവാ നിന്നാലും സ്വത്തെ തൊട്ട് കളിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റത്തില്ല. നമുക്കോ? പ്രമാണമൊക്കെ അമ്മച്ചിയുടെ പേര് തന്നെ അല്ലേ ഉള്ളത്. ചാകുന്നത് വരെ നെഞ്ചോട് അമർത്തി പിടിച്ചാലും ആ കുരിശും കൂടി ഒഴിഞ്ഞു കിട്ടിയാ പിന്നെ സകലതും നമുക്ക് തന്നെ അടി ഗ്ലാഡിസേ. മതി. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായത്. അവസാനം നിന്റെ ശത്രു തന്നെ വരേണ്ടി വന്നു നിനക്കിത്തിരി ശ്വാസം തരാൻ, അല്ലേ? എന്താന്നറിയില്ല എടുത്തി. നാദിരയുടെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നൊരു തോന്നൽ. വേറൊന്നും ഞാൻ ആശിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമൊന്നും വേണ്ട. വച്ചു നീട്ടിയാ വേണ്ടെന്ന് പറയുകയും വേണ്ട. ഏടത്തി എന്തായി പറയുന്നേ? ദേവേട്ടനെ മാത്രം പ്രതീക്ഷിച്ച് എവിടുന്നോ വന്നൊരു കുട്ടി ജീവിതം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ഊതിക്കെടുത്തിയ എന്തവകാശത്തിന്റെ പേരിലായാലും ദൈവം എന്നോട് പൊറുക്കില്ല. അതേ ദൈവം നിന്നോട് എന്നോടുമൊക്കെ ചെയ്തതെന്താ? നമ്മൾ ഇതുവരെ ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടാണോ ഇതൊക്കെ അനുഭവിച്ചേ? എന്നാലും വേണ്ട എടുത്തി. നമ്മൾ അനുഭവിച്ച പോലൊരു ദുരിതം ലോകത്താർക്കും വരരുതെന്നല്ലേ ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ മതി. അതിന്റെ പുണ്യം പരലോകത്തിലെങ്കിലും കിട്ടാതിരിക്കില്ല. ആ പുണ്യം ഈ ലോകത്തിരുന്ന് തന്നെ അനുഭവിക്കാനാണ് നിനക്ക് യോഗമെങ്കിലോ? എനിക്കങ്ങനെ തോന്നുക. ജയദേവനെ നിന്റെ മുമ്പിൽ എത്തിക്കാൻ മാത്രം ദൈവം നിയോഗിച്ചതാവും നാദരേ. നീ നോക്കിക്കോ, ജയദേവനെയും ജയമോളെയും നിനക്ക് തിരിച്ചു തന്നിട്ട് ഒരു ദേവതയെ പോലെ നമുക്ക് മുന്നിൽ നിന്നും നാദര അപ്രത്യക്ഷയാവും.
എന്റെ സങ്കടം അച്ഛൻ കാണുന്നില്ലേ? എന്റെ മോൾ എവിടെ പോയിന്ന് അച്ഛനും അറിയില്ലേ? അവളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളേ? ഞാനും കഴിഞ്ഞാൽ ഇതുപോലെ ശ്രാദ്ധ നാളിൽ എന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവളല്ലേ? അവളെ എനിക്ക് കണ്ടെത്തി തന്നോടെ അച്ഛന്. പടച്ചോനെ, ഞാനിത് വിശ്വസിച്ചോട്ടെ. എന്റെ ഗീതേ, എത്ര നാളായി നിന്നെ ഇങ്ങനെ പുറത്തു കണ്ടിട്ട്. ഇന്ന് അച്ഛന്റെ ശ്രാദ്ധം. ഇന്നേ വരെ ഈ ദിവസം അച്ഛന്റെ ആത്മാവിന് വേണ്ടി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന പതിവ് ഞാനും എന്റെ മോളും മുടക്കിയിട്ടില്ല. ഇന്ന് ആദ്യമായി മോള് കൂടെ ഇല്ലാത്തത് അച്ഛൻ കണ്ടു കാണും. ഞാൻ പറയുകയും ചെയ്തു. പൂർവിക ആത്മാക്കള് മനസ്സ് വെച്ചെങ്കിലും എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ഉള്ള ജീവനും കൊണ്ട് എഴുന്നേറ്റതാ. നന്നായി. കിടക്കപ്പായി എഴുന്നേക്കാണ്ടിരുന്ന കഷ്ടവും സങ്കടവും കൂടെയുള്ളൂ. ഇനി നീ നോയിക്കോ, മോളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉടനെ അറിയും. മണിയടുത്തി അമ്പലത്തിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് പോവാൻ വയ്യഞ്ഞിട്ട് ഞാൻ പറഞ്ഞയച്ചതാ. അച്ഛന്റെ ആത്മാവിനും മോളുടെ തിരിച്ചുവരവിനും വേണ്ടി പ്രാർത്ഥിച്ച് അർച്ചന കഴിപ്പിക്കാൻ. ലൈല എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നേ ഉള്ളൂ മണിയടുത്തി. ഇവളെ ഇത്രയും തെളിച്ചത്തോടെ കണ്ടപ്പോ ഒരാശ്വാസം. അത് നീ പറഞ്ഞ ശരിയാ. ഇതിനൊക്കെ നമ്മൾ ഒരാളോട് നന്ദി പറയണം. ദൈവത്തോട് അതും കൂടെ പറഞ്ഞിട്ടാവില്ലേ മണിയടുത്തി വരുന്നത്? അപ്പോ നീയൊന്നും പറഞ്ഞില്ലല്ലേ? എന്താ എന്താ നിങ്ങൾ വിളിക്കുന്നേ? വാ പറയാം. എത്രയായി? 200. അല്ല, എന്തായാലും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. മനസ്സിലാവാഞ്ഞിട്ടാ കുഞ്ഞെ. ആരെ? എന്നെയോ? കുഞ്ഞിനെ അല്ല, കുഞ്ഞിന്റെ മനസ്സിന്. അല്ല, അറിയാൻ പാടില്ല ചോദിക്കുക. എന്നതാ കുഞ്ഞി കാട്ടിക്കൂട്ടുന്നത്? ജീവിതം എന്ന് പറഞ്ഞ കുട്ടികളെയാന്നാ വിചാരിച്ചിരിക്കുന്നത്? ഒക്കെ സംഭവിച്ചു പോയതായല്ലോ. കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തീർന്നു. ദാ ഇപ്പൊ ഞാൻ കറകളഞ്ഞ മനസ്സുമായി വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള നാളുകളെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, നഷ്ടപ്പെടുത്തിയ സമാധാനമൊക്കെ ജേഡിക്ക് തിരിച്ചു നൽകാൻ. എവിടെ ആള്? ഇവിടെ ഇല്ല. ജേഡി സാർ രാവിലെ തന്നെ പോയി. എങ്ങോട്ട്? ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞതായിരുന്നല്ലോ രാവിലെ വരുന്ന കാര്യം. ഓ, ചെലപ്പോ ഞാൻ ചോദിക്കാതെ പോയതിന് പകരം വീട്ടിയതായിരിക്കും അല്ലേ? അതെ. കുഞ്ഞിങ്ങനെ തുടർന്നാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുത്തിട്ടാ ജേഡി സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഇനി ഇങ്ങനെ ഉണ്ടാവേ ഇല്ല. ജേഡി വരട്ടെ, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അപ്പോ കുഞ്ഞിനി ഒരിക്കലും പോവില്ലെന്ന് ഉറപ്പാണോ? അങ്ങനെ പറയാൻ പറ്റുമോ എൽദോ? ഒരിക്കൽ പോകും, ഒരിക്കലും മാത്രം. പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാത്ത പോക്ക്. ഓ, അതാണോ? അത് പിന്നെ ആരായാലും ജനിച്ചാ ഒരിക്കൽ മരിക്കത്തില്ല. അതെ, അതെന്റെ മരണം തന്നെയായിരിക്കും. ആയിസെത്താത്ത മരണം. കുഞ്ഞെ വേണ്ടാന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഈ എൽദോടെ ഒരു കാര്യം.